Hi, welcome to the print. The state of Kerala is currently witnessing massive protests against the central government's decision to auction sand blocks for offshore mining in key coastal areas. India is hoping that this initiative would mark the nation's entry to the exploration and development of offshore deep sea mineral resources. But environmentalists and fishermen here are concerned about the livelihood loss and also the ecological impact it may cause. Ministry of Mines, in a notification dated 28 November 2024, had announced that it would launch the first ever tranche of auction of mineral blocks in the offshore areas in the country. As part of the initiative, the ministry selected 13 mineral blocks spanning across the Arabian Sea and Andaman, featuring a mix of construction sand, limebird, and polymetallic nodules that spread in Kerala, Gujarat, and Andaman and Nicobar. In Kerala, the centre has auctioned 5 blocks, of which 3 are situated in southern Kerala's Kollam district. മത്സ്യബന്ധനം അല്ലാതെ വേറെ തൊഴിലൊന്നും അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക് മത്സ്യബന്ധന മേഖലയെ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അനുബന്ധ തൊഴിലാളികൾ വരെ ഇത് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൊല്ലം പരപ്പ് അല്ലെങ്കിൽ കൊല്ലം ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല മുതൽ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ വരെ 85 കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്ന കൊല്ലം പരപ്പ്, ഇവിടെയാണ് മത്സ്യങ്ങളുടെ പ്രചലനം നടക്കുന്നത്. ഇന്ത്യയുടെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. പല ഭാഗങ്ങളിൽ നിന്നും ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ വന്ന് മത്സ്യബന്ധനം നടത്തുകയും അവരുടെ ഉപജീവന മാർഗം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അതുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് തന്നെ ഈ കടൽ മണൽ ഖനനം നടത്തുന്നത് അങ്ങേയറ്റം പരിതാപകരമാണ്. അത് നടത്താൻ പാടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കടൽ മണൽ ഖനനത്തെ ഞങ്ങൾ നഖശികാന്തം എതിർക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനം ഇതുകൊണ്ട് ഉപജീവനമാർഗം നടത്തുന്ന മറ്റ് പല ഭാഗങ്ങളിലുള്ള എല്ലാവരും തന്നെ ഈ മേഖലയെ മൊത്തം തകർക്കുന്ന പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഈ മണൽപ്പരപ്പെന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ ആത്മജീവിതത്തിൻ്റെ വസ്തുവാണത്. അതിനെ തകർക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ഖനനത്തിനോട് യോജിക്കില്ല. ഇവിടുത്തെ മുഴുവൻ മത്സ്യത്തൊഴിലാളിയും കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളിയും നഖശികാന്തം ഞങ്ങൾ എതിർത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. Coordination Committee, an umbrella organization of fisheries welfare bodies and members of trade unions allied to the left and the Congress in the state, had already held many protests in the state. കടലിൽ ഒരു പ്രതിഷേധ വള്ളം ഇറക്കിയുള്ള പ്രതിഷേധം നടത്തിയായിരുന്നു. ഇതുകൂടാതെ കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ ഐക്യവേദി കഴിഞ്ഞ 2-ാം തീയതി ഇവിടെ കടലിൽ വള്ളങ്ങളിൽ രാത്രി 12 മണിക്കൂർ സമരം അവർ നടത്തി. ഇതുകൂടാതെ ഞങ്ങൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രതിഷേധമായിട്ട് രാഷ്ട്രീയ ഭേദമന്യേ ഈ മാസം 12-ാം തീയതി പാർലമെൻറ്റ് മാർച്ചിന് പോകുന്നുണ്ട്. ഇതെല്ലാം വിജയം കണ്ടിട്ടേ ഞങ്ങൾ പിന്നോട്ടുള്ളൂ. ഞങ്ങൾ മുമ്പോട്ട് തന്നെയാണ്. ഒരു കാരണവശാലും ഈ കടൽ മണനം നടത്താൻ സമ്മതിക്കില്ല. Amid the mounting opposition, the Kerala Assembly on March 4 passed a unanimous resolution urging the central government to rethink its decision to allow deep sea mining along the Kerala coast. The resolution passed by Chief Minister Pinarayi Vijayan also expressed grave concerns over the amendments made in the Offshore Areas Mineral Development and Regulation Act 2002, which now allows private participation in deep sea mining and mineral exploration. Apart from this, the state's opposition party, Congress, is also holding a slew of protests against this. ഇപ്പോൾ ഇവർ കേന്ദ്ര സർക്കാരും ഒക്കെ നമ്മളുടെ മത്സ്യബന്ധന മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിൽ ഇപ്പോൾ ഓയിൽ ഖനനം ചെയ്യുന്ന ഒരു വർക്കുമായിട്ട് ആദ്യം വന്നു. ഇപ്പോൾ മണൽ ഖനനം ചെയ്യുന്ന ഒരു വർക്കുമായിട്ട് പിന്നീട് വന്നു. ഇപ്പോൾ ഇതെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനെയും അവരുടെ ജീവിതത്തെയും, മത്സ്യത്തൊഴിലെന്ന് പറയുന്നത് മത്സ്യസമ്പത്തില്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കൊല്ലം പരപ്പിലെ പാരികൾ അല്ലെങ്കിൽ സമുദ്ര ജീവജാലങ്ങളുടെ ആവാസ ഇടങ്ങൾ, ഈ ആവാസ ഇടങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ മേഖലയിലെ പാരികൾ, ഈ ആവാസ ഇടങ്ങളെയാണ് പാരികൾ എന്ന് പറയുന്നത്. ഈ പാരികളെല്ലാം തന്നെ വെട്ടുകൽ പാരികളാണ്. സാധാരണ പാറപ്പാരല്ല, വെട്ടുകൽ പാരികളാണ്. അതൊരു ഒരു പ്രത്യേക തരം എക്കോസിസ്റ്റമാണ്. അതിനകത്ത് മത്സ്യങ്ങൾക്കും
മറ്റ് ജീവജാലങ്ങൾക്കും വസിക്കാനും ഇര തേടാനും അല്ലെങ്കിൽ ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ആവാസ ഇടമാണ് ഈ വെട്ടുകൽ പാരികളുടെ പ്രത്യേകത. ഞങ്ങൾ ഈ അടുത്ത് അവിടെ കൊല്ലം പരപ്പിലെ ചില പാരികളിൽ ഡൈവ് ചെയ്ത് ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ആ പാരികളിൽ ധാരാളം പല തരത്തിലുള്ള കോറൽസ് ഉള്ളതാണ്. കോറൽസ് നമുക്ക് അറിയാം, സമുദ്ര ജീവജാലങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പട്ടിക 1-ൽ പെടുത്തിയിട്ടുള്ള ജീവജാലങ്ങളാണ് കോറൽസ്. ആ കോറൽസിൽ ഹാർഡ് കോറൽസ്, സോഫ്റ്റ് കോറൽസ്, ഗോർഗോണിയൻ സീ ഫാൻസ്, അതുപോലെ തന്നെ സീ വിപ്സ്, ഇതുപോലുള്ള ധാരാളം ജീവജാലങ്ങൾ നമുക്ക് ഈ കൊല്ലത്തെ പാരുകളിലെ അടിത്തട്ടിലെത്തി പാരുകൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ പാരുകൾ എന്ന് പറയുന്നത് മത്സ്യജാലങ്ങളുടെ ഒരു അഗ്രിഗേഷൻ അവിടെ നടക്കാറുണ്ട്. കാരണം അവിടെ സാധാരണ ധാരാളം പല വിധത്തിലുള്ള ജീവജാലങ്ങൾ അതിലൂന്നി വളരുന്നതുകൊണ്ട് ആ പ്രദേശത്ത് മത്സ്യങ്ങൾക്ക് ധാരാളം ഇര ലഭിക്കാൻ സാധ്യതകളുണ്ട്. ഫിഷ് അഗ്രിഗേഷൻ സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ കടൽപ്പണിക്കാർ തലമുറകളായി ഈ പാരുകൾ കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്നത്, മീൻപിടുത്തം നടത്തുന്നത്. While the center is eyeing big gains through this initiative, for the coastal communities in Kerala, their livelihood is at stake. They are saying that they will intensify the protest in the coming days until the center withdraws from its decision.